കേട്ടില്ലേ? മകന്റെ അമ്മായിയപ്പൻ മഹാനായ പ്രതാപവർമ്മയുടെ ആപ്പീസ് അങ്ങ് പൂട്ടി. അയാളുടെ പാർട്ടി ഓലപ്പടക്കം പോലെ അങ്ങനെ പൊട്ടി. അതിന് നിങ്ങക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്ക്. അതേടി, ഞാൻ എന്റെ കാര്യം അങ്ങ് നോക്കാൻ പോവാ. ആ കാര്യത്തിന് ഇനി എളുപ്പമായല്ലോ. ഇനി രാഷ്ട്രീയം വെച്ച് എന്നെ തോൽപ്പിക്കാൻ വരില്ലല്ലോ. അയാൾ മുൻകൈ എടുത്ത എന്റെ വീട് പിടിച്ചു വാങ്ങിയത്. വീട് ഞങ്ങൾ ആരോട് പിടിച്ചു വാങ്ങിച്ചൊന്നുമില്ലല്ലോ, വില കൊടുത്ത് തന്നെ വാങ്ങിച്ചതാ. പിടിച്ചു വാങ്ങിച്ച വീട്ടിൽ താമസിക്കാനൊക്കെ രുക്മിണി. അടി വീഴുന്നില്ലല്ലോ, സ്റ്റണ്ട് കാണാനാ എനിക്കിഷ്ടം. ഇനി നീ നോക്കിക്കൊടി, ഞങ്ങളോട് തട്ടിപ്പറിച്ച് മേടിച്ച ആ വീട് രുക്മിണി തിരിച്ച് മേടിച്ചിരിക്കും. ശരി, ആയിക്കോട്ടെ, നമുക്ക് കാണാമല്ലോ. അതുവരെ ഈ 22 സെന്റിന് പുറത്ത് നിന്ന് സംസാരിച്ചാ മതി. ഇപ്പൊ ഈ വീടും പറമ്പും എന്റെ പേരില. നീയൊക്കെ ചെവിയിൽ നുള്ളിക്കൊടി. ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഇത് രാത്രിയാണ്. ഈ മുറ്റത്ത് കയറി വന്ന് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാലേ ഞാൻ പോലീസിനെ വിളിക്കും. അവര് ഭവനഭേദനത്തിന് കേസെടുക്കും. ഒന്ന് വേഗം ചെല്ല്. ഭവനഭേദനം? ഭവന മോഷണത്തിന് കേസുണ്ടാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാളെ നമ്മളെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചു കളഞ്ഞല്ലോടാ. അമ്മേ, അത് മനഃപൂർവ്വമാണോ അമ്മേ? നീ ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്നു. അയാൾ എന്തൊക്കെ വേണ്ടാതിനങ്ങളാ ചാലിൽ വന്ന് വിളിച്ചു പറഞ്ഞേ. അയാളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. അവൻ മത്സരിക്കാൻ വരുന്നതേ അംബികയോടാ. പഠിപ്പിക്കും ഞാൻ അവനെ. അരമാസക്കാലം മന്ത്രിയായ അംബികാവർമ്മയാ ഈ മൊബൈലിൽ കിടന്ന് ഇങ്ങനെ അടിക്കുന്നത്. അടിക്കട്ടല്ലേ? അടിക്കട്ടെ സാറേ, മൊബൈലിന്റെ തൊഴിൽ തന്നെ അടികൂടലല്ലേ? അവൻ മനഃപൂർവ്വ കോൾ എടുക്കുന്നില്ല. അമ്മ വിളിക്കുന്നത് അനന്തപിള്ള അങ്കിളുടെ ആണോ? എന്തോ അനന്തപിള്ള അങ്കിളോ? എടാ, എന്നെ ചതിച്ചവൻ എങ്ങനെയാടാ നിനക്ക് അങ്കിളായേ? അവള് രണ്ടും കൽപ്പിച്ചാണല്ലോടോ പൊടിയാടി. പെൺപുലി അല്ലേ സാറേ? പുലിയാണെങ്കിൽ ചീറ്റും. എന്നാ എടുത്തയ്ക്കാം അല്ലേ? ഹലോ അംബികേ. ആ, നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ അനന്തപിള്ളേ? രാഷ്ട്രീയത്തിൽ ചതിയില്ല അംബികേ, വഞ്ചനയും ഇല്ല. വെറും തന്ത്രങ്ങളേ ഉള്ളൂ, തന്ത്രങ്ങൾ മാത്രം. അപ്പോ നിങ്ങൾ എന്നോട് കാണിച്ചതോ? അത് വ്യക്തിപരമായ വൈരാഗ്യം അല്ലല്ലോ അംബിക, രാഷ്ട്രീയവാ. വെറും പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ സ്ഥായിയായി മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല. അതാത് കാലത്തുള്ള അവരവരുടെ നിലനിൽപ്പ്. അതാണ് പൊളിറ്റിക്സ്. പിന്നെ ഞാൻ ഇത്തിരി ബിസി അംബിക, പിന്നെ വിളിക്കാം. കുളനടയെ ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. താൻ ഈ മീറ്റിംഗിനിടയില് ടിവിയിൽ നോക്കിയിരിക്കുന്ന എന്തിനാ? ഞാൻ പ്രതാപവർമ്മ സാറിന്റെ വാർത്താ സമ്മേളനം കാണുകയായിരുന്നു. സത്യം പറഞ്ഞ കഷ്ടം തന്നെയല്ലേ സാറേ? വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു സാറ്. എന്റെ കാശ് ചാക്ക് കണക്കിന് എണ്ണി വാങ്ങിച്ചിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് പ്രതാപവർമ്മയെ പുകഴ്ത്തുന്നു. അയാളോട് അത്ര അനുകമ്പയാണെങ്കിൽ എന്റെ കാശ് കളയിപ്പടാ. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതല്ലേ കുളനട? ഇനി ആ പാർട്ടങ്ങ് വിട്ടുകളാ. അവന്റെ പേര് ഉച്ചരിക്കുന്നവനെ പോലും എനിക്ക് ഇഷ്ടമല്ല. അത് പോട്ടെ അനന്തപിള്ള സാറേ, അതങ്ങ് വിട്ടുകളാ. താനിപ്പോ ഇവിടുത്തെ സെക്യൂരിറ്റി ആയോ? ചെല്ല്, ഓൾ ദി ബെസ്റ്റ്. അല്ല, മീറ്റിംഗ് തുടങ്ങിയിട്ട് കുറെ നേരമായോ അങ്ങളെ?
ഇയാള് വെളി നിൽക്ക്. നിന്നോട് പുറത്തു നിൽക്കാനാ ഞാൻ പറഞ്ഞത്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മീറ്റിംഗ് കഴിയുമ്പോ പറയാം. ദൈവമേ, 8ന്റെ പണി കിട്ടിയല്ലോ. അങ്കിള് തമാശ പറയുവാണോ? തമാശയല്ല, കാര്യമായിട്ടാ പറഞ്ഞത്. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോ അന്യരൊക്കെ പെർമിഷൻ ഇല്ലാതെ വലിഞ്ഞു കയറി വരുന്നു. അയ്യോ അങ്കിളെ, ഞാൻ ആരുടെയും അങ്കിളും ആന്റിയൊന്നുമല്ല. ഇറങ്ങടാ പുറത്ത്. മീറ്റിംഗ് അലങ്കോലപ്പെടുത്താൻ കേറി വന്നിരിക്കുന്നു. അല്ല ഞാനിപ്പോ ഈ പാർട്ടിയുടെ മെമ്പർ അല്ലേ? നീ മെമ്പറുമല്ല, ഒരു തേങ്ങയുമല്ല. ഇറങ്ങി പോടാ വെളിയില്. യവന് പണി പാൽപായസത്തിൽ കിട്ടി. എന്തൊരു ടെസ്റ്റ്. പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ സീറ്റില്ല. അപ്പോ എനിക്ക് തരാന്ന് പറഞ്ഞ MLA സീറ്റ്? ഏത് MLA സീറ്റ്? ഈ ഇലക്ഷനിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഈ അനന്തപിള്ളയാ. അങ്കിള് എന്താ പറഞ്ഞേ? അനന്തപിള്ള സർ. അങ്ങനെ വിളിച്ചാ മതി നീ എന്നെ. ഇത് ചതിയാ. നിങ്ങൾ എന്നെ ചതിച്ചതാ. ചതിയോ?